നമസ്കാരം, വേർഡ്സ് ഓഫ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 കാർഡ് റീഡിംഗ് ആണ് നോക്കുന്നത്. യെസ് ഓർ നോ കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സ് യെസ് ഓർ നോ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 കാർഡാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുക. നമുക്കതിന് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്, യെസ് ഓർ നോ നമുക്ക് നോക്കാം. അപ്പോൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. നമ്പർ 1. അപ്പോൾ ഞാനിത് എൻ്റെ മുകളിലൊരു ക്രിസ്റ്റൽ വെക്കുവാണ്. നമ്പർ 2 ഞാൻ മറ്റൊരു ക്രിസ്റ്റൽ വെച്ചു. നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് എടുത്തത് നമ്മൾ ഈ കാർഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം എസ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും സേഫായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം അത് ഓക്കെ ആണ്, അത് സക്സസ് ആണ്. അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നാലും അതൊരു വിദേശ യാത്രയാവാം, ജോലി, റിലേഷൻ, ഫാമിലി, മറ്റു കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് നോക്കി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവരാവാം. അപ്പോൾ അതെല്ലാം ഓക്കെ ആണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം അതിൻ്റെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, കാരണം നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടുന്ന ടൂൾസ് എന്ന് പറയുന്ന എല്ലാം ഉണ്ട്. നിങ്ങൾ ഇമോഷണലി ഓക്കെ ആണ്, നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ ഇതെല്ലാം കൂടാതെ അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. യൂണിവേഴ്സിന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിന് യൂണിവേഴ്സ് എസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം ഓക്കെ ആണ് എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത് എടുത്തിരിക്കുന്ന കാർഡ് നമുക്ക് നോക്കാം. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അത് ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പോൾ എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് നിങ്ങൾക്ക് നോ ആണ്, ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളിപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൊണ്ട് തരുന്നതും നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതും അതുകൊണ്ടായിരിക്കാം. അതും ഇതുപോലെ എന്തെങ്കിലും യാത്രകൾ, ജോലി മാറ്റം, റിലേഷൻഷിപ്പ്, ഫാമിലിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നവരാവാം. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളിപ്പോൾ ഒരു പക്ഷേ അത് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് നടക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ അതിന് കാരണം ഇതാണ്. യൂണിവേഴ്സ് പറയുന്നത് ഇല്ല, ഇത് ഓക്കെ അല്ല, ഇത് നിങ്ങൾക്ക് പറ്റിയ ടൈം അല്ല. നിങ്ങൾ ഇനി ഇതിനെ തരണം ചെയ്ത് നിങ്ങൾ ഈ തടസ്സങ്ങൾ മാറ്റി കഷ്ടപ്പെട്ട് അതിലേക്ക് പോയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വേദനയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ ബിസിനസ് ആണെങ്കിൽ നഷ്ടങ്ങൾ വന്നേക്കാം, റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് നിങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്ക് അത് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ മീൻസ് ഈ ഒരു നിയറസ്റ്റ് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. അതായത് ഒരു അപ് ടു 6 months വരെയൊക്കെയാണ് ഉള്ള കാര്യമാണ് നമ്മളെപ്പോഴും റീഡിങ്ങിൽ നോക്കുക. അപ്പോൾ ആ ഒരു ടൈം വരെയാണ് നിങ്ങളുടെ ഈ ഒരു ഇത് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്താണോ നടത്താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ റീഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ 2 കാർഡ് സെലക്ട് ചെയ്തവരും യൂണിവേഴ്സിനോട് നന്ദി പറയുക, വളരെ പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ സ്പിരിച്വൽ ആൻഡ് എനർജി റിലേറ്റഡ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.